പരമ്പര ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അപ്പാപ്പന് 4 മക്കൾ, ആണുങ്ങൾ 5 പെണ്ണും. അതിൽ മൂത്തയാൾ കുര്യാക്കോ, രണ്ടാമത്തെ ജോസഫ് എന്ന് വിളിക്കും, പാപ്പു എന്ന് പറയും, മൂന്നാമത്തെ പത്രോസ്, നാലാമത്തെ ജോർജ്. 5 പെണ്ണുങ്ങളാണുള്ളത്. അതിലൊരാൾ ചക്കേത്തിൻ്റെ വീട്ടിൽ, രണ്ടാമത്തെ ആൾ പാർക്കാടിൻ്റെ വീട്ടിൽ, മൂന്നാമത്തെ ചങ്ങര ചെറായുടെ വീട്ടിൽ, നാലാമത്തെ ആൾ കുന്നപ്പള്ളി കരിമണ്ണൂര്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ സിസ്റ്ററുണ്ട്, റോജി ST കോൺവെന്റിലാണ്. ഞങ്ങളുടെ പരമ്പര അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നെടുങ്ങപ്പുഴയുണ്ട് കുറേ ഇത്. പിന്നെ കർണാടകമാരുടെ ഒരു പാരമ്പര്യം പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ ബ്രിട്ടൻ നമ്മളെ ആണുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് പേര് പോയി. അവർ യുദ്ധകാലത്ത് തിരിച്ചു വന്ന് 4 പേരുണ്ട്. അവർ ചങ്ങനാശ്ശേരിയിലുണ്ട്. അവിടെ ഭയങ്കര ഫൈനാൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കർണാടക ഫൈനാൻസ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ബാങ്ക് തന്നെയുണ്ട് ചങ്ങനാശ്ശേരി. അതുപോലെ ചെന്നൈയിലൂര് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. പിന്നെ കർണാടകമാരെ ഇതിൽ നമ്മൾ പോകുന്ന ചേർത്തലയിൽ നിന്ന് പോകുന്നവർ കാഞ്ഞൂർ ഇറങ്ങി, കുറച്ച് പേര് നെടുങ്ങപ്പുഴ ഇറങ്ങി, കുറച്ച് പേര് കോതമംഗലം ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ പല ഭാഗത്തുനിന്ന് വന്നത് വീണ്ടും പൊട്ടിത്തിരിഞ്ഞ് പോയവരുണ്ട് നമ്മുടെ ചരിത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ. ഇതിനകത്ത് കേരളത്തിലെ തന്നെ ലോകത്തിലെ എല്ലാ ഭാഗത്തും കർണാടകമാരെ നമുക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഇത് ശരിക്കും ചരിത്രം അറിഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ യാക്കോ സഭയിലുള്ളവരുണ്ട്, മുസ്ലിംസിലുള്ളവരുണ്ട്, കർണാടകമാരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയുന്നവർ ഞങ്ങൾ അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ പള്ളി സൗകര്യാർത്ഥം, അതുപോലെ നമ്മുടെ കുരിശിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ പുത്തൻകുട്ടിലേക്ക് പോയവരുണ്ട്, പഴയ കുറ്റിനും നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പഴയ രാജ്യഭരണ കാലം പോലുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ബേസിക് ഒരു പരിധി പറഞ്ഞാൽ ഈ ഇവിടെ ചേർത്തലയിൽ നിന്നാണ് നമ്മുടെ പൂർവ്വീർ പോകുന്നത്. ജസ്റ്റ് പറഞ്ഞ് ശരിയാണ്. അവിടെ നിന്ന് പോകുന്നവരുണ്ട്. ചിലവർ കാഞ്ഞൂർ തങ്ങി, ചിലവർ നെടുങ്ങപ്പുഴയ്ക്ക് പോകുന്നു. ആ നെടുങ്ങപ്പുഴയിൽ നിന്ന് പോകുന്നവർ വീണ്ടും കോതമംഗലം, അടിമാലി, അങ്ങനെ പല ഭാഗത്തേക്കും പോയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ചില കൊച്ചു വെച്ച് അറിവുകൾ. കാരണം പല കാര്യങ്ങളായിട്ട് നമ്മൾ പല മേഖലകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അവരെ പൂർവ്വീകരിച്ച് അവിടെ നിന്ന് പോകാം. അപ്പൊ അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ മാത്രമാണ്. അപ്പൊ ഇത് എല്ലാം കോടീകരിച്ച് ചിലപ്പോൾ എഴുതി കൂട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളേജിൽ പോരാ, പിന്നെ ഒരു മൈതാനം തന്നെ വേണം നമ്മൾ മൊത്തം കൂട്ടുവാണെങ്കിൽ. പിന്നെ പുതിയ തലമുറയൊക്കെ എത്രത്തോളം ഇത് രാഷ്ട്രീയം എതിർക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്കൊക്കെ ഈ ചെറിയ പെട്ടിയോടാണ് താല്പര്യം തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലിസ്റ്റാണ് എനിക്ക് വെച്ച് കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു നാളെ കല്യൂർ കഴിക്കണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞു അവസാനിക്കുന്നു.